അങ്ങനെ ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചു. അപ്പോൾ വീണ്ടും വീണ്ടും ആ ഒരു ബഹളൊക്കെ ഓർമ്മകൾ മാത്രമായി മാറുകയാണ്. ബിഗ് ബോസ് സീസൺ അവസാനിക്കുന്ന സമയത്ത് നല്ല ഒരാൾക്ക്, അതായത് കിട്ടേണ്ട കയ്യിലേക്ക് തന്നെ അത് കപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇത്ര വിഷമം ഉണ്ടാവില്ലായിരുന്നു. കാരണം നമ്മുടെ ജനങ്ങളിടയിലുള്ള ഹീറോ അനീഷേട്ടൻ തന്നെയാണ്. പക്ഷേ ആ ഒരു കപ്പടെ കിട്ടിയത് അനുമോൾക്കാണ്. വെറും PR വെച്ച് മാത്രമാണ് ഈ ഒരു കപ്പ് അനുമോൾ തൂക്കിയത്. ആ കാര്യം എല്ലാവർക്കും അറിയാം. ഇപ്പോൾ പുറത്തൊക്കെ ആൾക്കാർ മനസ്സിലൊക്കെ കപ്പ് എടുത്തത് അനീഷേട്ടൻ തന്നെയാണ്. ഇപ്പം എൻ്റെ ഉള്ളിലാണ് അനീഷേട്ടനാണ് ആ ഒരു കപ്പ്. അപ്പോൾ എന്താ ഇപ്പം അവർക്ക് ആ രീതിയിൽ PR കൊടുത്താൽ വോട്ട് അങ്ങോട്ട് കൂടി എന്ന് പറഞ്ഞ് ജയിപ്പിക്കുന്നേ. പക്ഷെ ഇത്രയും പേര് സപ്പോർട്ട് ചെയ്ത് അനീഷേട്ടനാണ്. ഇപ്പം വൻ സപ്പോർട്ട് നോക്കി. ഇന്ന് കൊച്ചിയിൽ വന്നിറങ്ങുന്ന സമയത്ത് എയർപോർട്ട് കത്തിക്കാൻ പോകുന്ന അനീഷ് ഫാൻസ് ആയിരിക്കും. കാരണം അത്രമേൽ അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് കേരളത്തിൽ മൊത്തത്തിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് റണ്ണറപ്പായിട്ട് അനീഷ്, സെക്കൻഡായിട്ട് ഷാനവാസ്, തേർഡ് നെവിനും, അതുപോലെ ഫോർത്ത് റണ്ണറപ്പായിട്ട് അക്ബറും ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഒരിക്കലും ഡിസേവിങ് അല്ല, അനുമോളൊക്കെ ഡിസേവിങ് അത് എന്തായാലും അത് നമ്മുടെ അനീഷേട്ടൻ തന്നെയായിരുന്നു. അപ്പോൾ പുതിയൊരു സീസൺ കൂടി ഒരുപാട് കലഹങ്ങളും ലഹളങ്ങളും സന്തോഷങ്ങളൊക്കെ ആയിട്ട് അടുത്തൊരു ബിഗ് ബോസ് സീസൺ കൂടി അവസാനിക്കുന്ന സമയത്ത് ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിലല്ല അവസാനിച്ചത്. എന്നെപ്പോലുള്ള അനീഷേട്ടൻ ഫാൻസ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത രീതിയിലാണ്. അതായത് ഫുൾ ഫേക്ക്, ഒന്നും അല്ലാത്ത ഒരാളാണ്, അല്ലെങ്കിൽ നല്ല അതിനും കൂടുതൽ കളിച്ചിട്ടുള്ള ആളാണ് അനുമോളെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. ഒരിക്കലും അനീഷേട്ടൻ്റെ വാൽത്തുമ്പ് പിടിക്കാനുള്ള ഇല്ല അനുമോൾ. ആ റേഞ്ചും ഇല്ല. വെറുതെ കുറേ PR വെച്ച് അലമ്പുണ്ടാക്കിയിട്ട് ജയിച്ചിട്ട് എന്താണ് കാര്യം? ഇപ്പം ജനഹൃദയങ്ങളിൽ അനീഷേട്ടൻ കിടന്ന് വിളയാടിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്തിറങ്ങുമ്പോൾ അനീഷേട്ടൻ മനസ്സിലായിക്കോളും. എന്തായാലും അല്ലെങ്കിൽ ഷാനവാസിന് കിട്ടിയാൽ പോലും ഇത്ര വശം ഉണ്ടാവില്ല. അപ്പം ഒരു വീട്ടിലൊരു പ്യുവർ സോളാണ് അനീഷേട്ടൻ. ആരും ഭക്ഷണം ഉണ്ടാക്കാൻ ഒന്നിനും പോയിട്ടില്ല. പുള്ളി ഡിസേർവ്ഡ് ആയിരുന്നു, പക്ഷേ എന്തായാലും കൊടുത്തില്ല. എന്തായാലും അനീഷേട്ടനെ പോലെ ഒരു കണ്ടസ്റ്റൻറ്റിന് വരും സീസണിടുന്നുള്ള ഒരു ഉറപ്പും വേണ്ട, വരാൻ 100% സാധ്യതയില്ല. കാരണം ആളെ പോലത്തെ ഒരാളെ അപ്പിപ്പിടിച്ച് ഒരിക്കലും കിട്ടൂല. അത്രയും ചില കഥകൾ കീഴടക്കി കഴിഞ്ഞു അനീഷേട്ടൻ. ഇപ്പം എന്തായാലും കാര്യമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ബിഗ് ബോസ് സീസൺ 7 അവസാനിച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ 9 മണി 9:30 ടൈമിൽ ടിവിയുടെ മുമ്പിൽ പോയിരിക്കുന്ന ഒരുപാട് പേരുണ്ട്, ഞാനടക്കം. ഇനി എന്ത് ചെയ്യാനാണ്? അപ്പോൾ വീണ്ടും ആ ഒരു വീട് ഫുൾ ഓഫായേക്കാണ്. ഇപ്പോൾ വീട്ടിലൊന്നുമില്ല. ഇനി ഒരു കൊല്ലം കഴിഞ്ഞാണ് അടുത്ത ദിവസം പുതിയ സീസൺ, പുതിയ ആൾക്കാർ ഒരു അടുത്ത കൊല്ലം. എന്തൊക്കെയായാലും ഈ സീസണിൽ വന്ന് എല്ലാവരും എന്തായാലും മിസ് ചെയ്യും. എല്ലാവരും അടിപൊളിയായിരുന്നു. ചില കുത്തിത്തിരിപ്പുകളൊക്കെ ഉണ്ട്. എന്തായാലും ബിഗ് ബോസ് മറ്റൊരു വീഡിയോ ഇടണമെന്ന് തോന്നി അവസാനമായ സമയത്ത്, അതുകൊണ്ടാണ് ഇട്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.